നമസ്കാരം. രാജ്യത്ത് മൂന്നാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരുപാട് പ്രസ്താവനകളുണ്ട്. BJP തകരുന്നു, BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നു, കേവല ഭൂരിപക്ഷം പോലും നേടാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഇഴയുകയാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ രീതിയിൽ തന്നെ BJPയുടെ പ്രചരണ രീതി തന്നെ മാറ്റാനുള്ള സാഹചര്യം വരുന്നു. നരേന്ദ്രമോദി വർഗീയത പറയുന്നു, മുസ്ലിം സമൂഹത്തിനെതിരെ സംസാരിക്കുന്നു, അതോടൊപ്പം തന്നെ അമിത്ഷാ പാകിസ്ഥാന്റെ വിഷയങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു പ്രചരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജൂൺ 4-ാം തീയതി BJP അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള ഒരു വാർത്ത സൃഷ്ടിക്കുന്നു. ഈ വാർത്ത കണ്ടുകൊണ്ട് വലിയ രീതിയിൽ കുരുപൊട്ടിയിരിക്കുന്ന കേരളത്തിലെ കുറെ സുഡാപ്പി പന്നി തീവ്രവാദികളൊക്കെ ഉണ്ട്. ഇവന്മാരോട് എല്ലാവരോടും കൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പ്രമുഖനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് മാത്യു സാമുവൽ സാറ് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം വർഷങ്ങളായിട്ട് തന്നെ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. രാജ്യം മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും മുഴുവൻ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ടുള്ള ബന്ധമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു വിഷയവും, രണ്ടാമത്തത് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ, അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, രാജ്യത്ത് BJP 330 മുതൽ 350 സീറ്റുകൾ വരെ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും NDA സഖ്യം 350 മുതൽ 400 വരെ സീറ്റുകളിലേക്കും എത്താം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിഷയമാണ്. അത് അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്നുകൊണ്ട് ഉത്തരേന്ത്യയുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ആ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന കാര്യവും നമ്മുടെ ഈ തെക്കേ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ ഇരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കിയിട്ട് കരയുകയാണ്, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിട്ട് വിമർശിക്കുകയാണ്. മോദി ഉത്തരേന്ത്യയിൽ തകരുകയാണ്, മോദിക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല, BJP വാടുകയാണ്, താമരയെ സംബന്ധിച്ച് താമര ഇനി ചെളിക്കുണ്ടിൽ തന്നെ കെടുക്കുന്ന ഒരു പുഷ്പമായി മാറുമെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം വരുന്നു. അപ്പോ ഈ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഉത്തരേന്ത്യൻ ജനങ്ങളുടെ മനസ്സും അവരുടെ വിചാരങ്ങളും തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് വരണം. ഉത്തരേന്ത്യയിൽ വന്ന് അവിടെ വർഷങ്ങളോളം മാസങ്ങളോളം നിങ്ങൾ താമസിച്ച് വേണം അത് മനസ്സിലാക്കാൻ. ഒറ്റയടിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ ദില്ലിയിലേക്കോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്കോ ഗുജറാത്തിലേക്കോ പുറപ്പെട്ട് അവിടെ ഏതെങ്കിലും പട്ടണത്തിൽ വന്നുകൊണ്ട് BJPയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ പറയുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതാണ് ഉത്തരേന്ത്യൻ ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ ഇതാണ് അവരുടെ മനസ്സ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം കൊണ്ട് നടക്കുന്നത് വലിയ രീതിയിലുള്ള തെറ്റാണ്. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ കബളിപ്പിക്കുകയാണ് എന്നുള്ള ഒരു വിഷയം തന്നെയാണ് പറയുന്നത്. എത്ര നാൾ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ടോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എങ്ങനെയാണോ ജനങ്ങൾ കൈകാര്യം ചെയ്തത് ജനാധിപത്യ രീതിയിൽ, അതേ രീതിയിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ ഈ ജനാധിപത്യ രീതിയിൽ തന്നെ ഇവരെ തഴയുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് അറിയാം രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. രാജ്യം ഈ വരുന്ന 5 വർഷവും കൂടി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇരുന്നാൽ മാത്രമേ അദ്ദേഹം മുന്നോട്ട് വെച്ച എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒരു പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. ഈ ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സൗഹൃദം പങ്കുവെക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചെല്ലാം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാനാണ് മറ്റു രാജ്യങ്ങളും ഇപ്പോ പ്രതീക്ഷിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും. ഇപ്പോ നമ്മുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള ശത്രു രാജ്യമായ പാകിസ്ഥാനിലെ ചില മന്ത്രിമാരുടെ പ്രസ്താവനകളൊക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. ചില മന്ത്രിമാരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ത്യ ചന്ദ്രനിൽ എത്തിയ സമയത്ത് നമ്മളിവിടെ റോട്ടിലെ കുഴിയിൽ വീണ് മരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം വലുതാണെന്നുള്ളത് കൂടി നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. ഭീകരതയും അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയും അഴിമതിയും എല്ലാം ഒത്തിണങ്ങിയ പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാര് ഈ പറയുന്ന പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ കരഞ്ഞുകൊണ്ട് ആ രാജ്യത്തെ നശിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ കറപ്ഷൻ എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു, ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നു. ഭീകരവാദം അടക്കമുള്ള കാര്യങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് രാജ്യസുരക്ഷ വലിയ രീതിയിൽ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. 2014 വരെ നമ്മുടെ രാജ്യത്തിലെ തെരുവുകളിൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ മുജാഹിദീനും ലഷ്കർ-ഇ-തോയ്ബയും എല്ലാം അടക്കം
മാത്രം വലിയ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ എത്രത്തോളം ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണമൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇങ്ങനെ ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്ത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അവരെന്തിനു വേണ്ടിയിട്ടാണ് ഭരിച്ചിരുന്നത് എന്നുള്ളതടക്കം നമ്മൾക്ക് മനസ്സിലാകും. ഓരോ ഭീകരവാദിയും ഓരോ ദിവസവും പുതിയ പുതിയ ബോംബുമായിട്ട് നമ്മുടെ തെരുവിലേക്ക് വലിയ രീതിയിൽ മുന്നോട്ട് വരുന്ന സമയത്ത് ആ ഭീകരവാദിയുടെ കൈകളില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സർക്കാർ ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സീറോ ആയിരുന്നു എന്നുള്ളത് ഉത്തമമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന റിസൾട്ട് ആയിരുന്നു 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ആ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ഈ ഭീകരവാദ ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഉറങ്ങാൻ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു വിഷയങ്ങളില്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി. ഇപ്പൊ മീഡിയ വൺ ചാനലിലെ അജിംസിന്റെ ഒരു സംസാരം ഒരു ദിവസം കേൾക്കുകയുണ്ടായി. 2014 ശേഷം ഇവിടെ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടില്ല. 2014 മുന്നാണ് ഇവിടെ സ്ഫോടനങ്ങൾ ഉണ്ടായത്. അപ്പോ 2014 ശേഷം സ്ഫോടനങ്ങൾ ഇല്ലാതിരുന്ന മോദിയുടെ ഭരണത്തിന്റെ കഴിവല്ല, മോദിയുടെയൊക്കെ ഈ ഭരണ സംവിധാനങ്ങളുമായിട്ടും സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറെ ആളുകൾക്ക് ഇവിടുത്തെ തീവ്രവാദികളുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ഒരു വലിയ രീതിയിലൊരു അലൈൻമെന്റ് ആണ് ഇപ്പോൾ ഈ 2014 ശേഷം നമ്മുടെ രാജ്യത്ത് നടന്നത് എന്നുള്ള രീതിയിലേക്കുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട പ്രതിപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണെന്നുള്ളത് തർക്കമില്ല. 2019 പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ നമ്മുടെ സൈനികരെ കൊന്നൊടുക്കിയ സമയത്ത് അതിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ മഹാരാജ്യം പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് ഇവിടുത്തെ 2019 നമ്മുടെ കേരളത്തിൽ നിന്നെല്ലാം പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച രാഹുൽ ഗാന്ധി പറഞ്ഞൊരു പ്രസ്താവന. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഈ ഒരു ആക്രമണം നടത്തിയതിന് എന്ത് തെളിവാണുള്ളത്. ആ രീതിയിലേക്കുള്ള നിലപാടുകൾ തന്നെയാണ് അജിംസിനെ പോലെയുള്ള മീഡിയ വണിലെ മാധ്യമ പ്രവർത്തകർ നടത്തുന്നത്. നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് ഇവിടെ 2014 ശേഷം അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാരിനുമായിട്ട് ഒരു അലൈൻമെന്റ് ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു അലയൻസ് ഉണ്ടെന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവന നടത്തിക്കൊണ്ട് മുന്നോട്ട് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ അകത്ത് തന്നെയാണ് യഥാർത്ഥ ശത്രുവായിട്ടുള്ളത്. അത് കമ്മ്യൂണിസത്തിൽ വരുന്ന ആളുകളായിരിക്കും, ജിഹാദിസത്തിലൂടെ വരുന്നവരായിരിക്കും, അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള തീവ്ര വികാരങ്ങളോട് കൂടി വരുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ ശത്രു ആരാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് മാത്യു സാമുവൽ സാറിനെ പോലെയുള്ള പല ആളുകളും യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് വിമർശനം എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ നടത്തുന്നു. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഒരു കുടിവെള്ളമോ വൈദ്യുതിയോ കക്കൂസോ പോലും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ആ ആളുകളെ വലിയ തരത്തിൽ തന്നെ കൈപിടിച്ച് ഉയർത്തിയ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദീർഘവീക്ഷണം അത് ജനങ്ങൾ എന്നും ഹൃദയത്തിൽ ഏറ്റുമെന്നതിൽ തർക്കമില്ല. അത് തന്നെയാണ് 2024 അല്ലെങ്കിൽ ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ജൂൺ 4-ാം തീയതി വരാൻ പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ ഇവിടെ മനസ്സിൽ ലഡു പൊട്ടിച്ചുകൊണ്ട് കരഞ്ഞ് അട്ടഹസിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന പല ആളുകളും നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആളുകളും ജൂൺ 4-ന് യഥാർത്ഥ സ്ഥിതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു കാണാമെന്നുള്ളത് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ.